ഇപ്പൊ PM ശ്രീ പദ്ധതി ഹലാലായിരിക്കുന്നു. ഏത് വഴി കിട്ടിയിട്ടാണ് ഇങ്ങനെ ആയത് എന്ന് ഞങ്ങൾക്കറിയില്ല. PM ശ്രീ പദ്ധതി ചവറ്റുകൊട്ടയിൽ എറിയുമെന്നാണ് KM ഷാജി പ്രസംഗിച്ചത്. ഷാജിക്ക് ചവറ്റുകൊട്ട കിട്ടാത്തത് കൊണ്ടാണോ എറിയാത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചോദിക്കുന്നു, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുൻപെടുത്ത നിലപാടുണ്ടല്ലോ, ഞങ്ങൾ ചവറ്റുകുട്ടയിലെറിയുമെന്നത്, ആ നിലപാട് വീണ്ടും ആവർത്തിക്കാൻ ഈ നാടിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിന് ആർജവമുണ്ടോ? അതാ ചോദ്യം. കോൺഗ്രസുകാർ എല്ലാ കാലത്തും BJPയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 31 അംഗ സെനറ്റിന്റെ ഭാഗമായി ആളുകളെ തെരഞ്ഞെടുത്തപ്പോൾ 19 ആൾ, 31 ഒരു 16 എണ്ണത്തിന് നിങ്ങളെടുത്ത് 15 എണ്ണം കൊടുക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട്. കാരണം അഥവാ ഇനിയിപ്പോ ഒരു വോട്ടെടുപ്പൊക്കെ വന്നപ്പോൾ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയാലോ. 19 കറകളഞ്ഞ സംഘപരിവാറുകാരെ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ഇന്നലെ വരെ ഭരണം മാറുന്നത് വരെ സംഘപരിവാറിനോട് ഉയരുകൊടുത്ത് നേരിട്ട് പോരാടിയ SFIയെയും ഇടതുപക്ഷത്തെയും അധികാരത്തിൽ നിന്ന് മാറ്റിയപ്പോ എത്ര സുഗമമായാണ്, എത്ര സുന്ദരമായാണ്, എത്ര ലളിതമായാണ് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കറകളഞ്ഞ 19 സംഘപരിവാറുകാരൻ നടന്നു കയറിയത് എന്ന് ഈ നാട്ടിൽ UDFന് വേണ്ടി വോട്ട് ചെയ്ത പാവപ്പെട്ട മതനിരപേക്ഷവാദികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം. ഞങ്ങൾ കൊമ്പനെ വടിവെച്ച് നിർത്തും പോലെ നിർത്തിയതാണ് ഈ കേരളത്തിലെ RSSന്റെ സംഘപരിവാർ വൽക്കരണത്തെ കൊമ്പനെ വടിവെച്ച് നിർത്തും പോലെ നിർത്തിയ ഇടതുപക്ഷത്തെ മാറ്റിയപ്പോ ഇപ്പോ നല്ല പച്ച പരവതാനി ഈ രാജ്യത്തെ സംഘപരിവാരത്തിന്റെ നേതൃത്വത്തിന് ഈ കേരളത്തിന്റെ സർവകലാശാലകളുടെ മണ്ണിലേക്ക് നടന്നു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവരായി ഈ കേരളത്തിലെ UDF മാറി. മറുപടിയുണ്ടോ? മാറ്റത്തിന് വോട്ട് ചെയ്തവരോട് ഞങ്ങൾ എല്ലാതൊന്നും പറയുന്നില്ല. ഞങ്ങൾ അങ്ങനെ മൈക്ക് കെട്ടിയൊക്കെ പറയാൻ നിന്ന നേരം വെളുക്കുന്നത് വരെ പറയാനുണ്ട്. പണ്ട് ആന ചവിട്ടി ആള് മരിക്കുമ്പോ ആ ശവശരീരവുമായി ഈ കേരളത്തിന്റെ ദേശീയ പാത ഉപരോധിക്കുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി കോൺഗ്രസ് ആണ്, ലീഗാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നിപ്പോ 14 ദിവസം കൊണ്ട് 5 മനുഷ്യജീവനുകളാണ് കാട്ടാനകൾ എടുത്തത്. അപ്പോ വനം വകുപ്പ് മന്ത്രിയുടെ ഒരു വമ്പം പ്രസ്താവന വന്നു. എന്താ അറിയോ? മൂപ്പര് പറഞ്ഞു, ഭരണം മാറി, കേരളത്തിൽ പിണറായി മാറി, VD സതീശൻ വന്നു, ഈ പറഞ്ഞ വനം വകുപ്പ് മന്ത്രി മാറി. പക്ഷെ ഇത് ആന അറിഞ്ഞിട്ടില്ല. ആനയെ ആരറിയിക്കും കൂട്ടരെ? അത് ഞങ്ങൾ അറിയിക്കണോ? ഞങ്ങൾ പോയിട്ട് ആനയോട് പറയണം, നോക്കൂ, ഇവിടെ സഖാവ് പിണറായി വിജയന്റെ ഭരണം മാറി, ഇവിടെ വനം വകുപ്പ് മന്ത്രി മാറി, ഇപ്പൊ VD സതീശൻ മേനോനാണ് ഈ കേരളത്തിന്റെ മന്ത്രി. അതുകൊണ്ട് ആന ചവിട്ടുമ്പോ പതുക്കെ ചവിട്ടണം, ആന നാട്ടിലേക്ക് ഇറങ്ങരുത് എന്ന് ഞങ്ങൾ ഏത് ഭാഷയിലാണ് ആനകളോട് പറയുക? അപ്പൊ നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു അവസ്ഥ? ഒരു സ്ത്രീക്ക് ചികിത്സാ പിഴവുണ്ടായി എന്ന് പറഞ്ഞ് ഈ കേരളത്തിന്റെ തെരുവുകളിലാകെ സമരമായവരോട് ഞങ്ങൾ ചോദിക്കുന്നു, എന്തപ്പ അവസ്ഥ? ഇപ്പൊ കോൺഗ്രസ്സുകാർ പോകുന്നുണ്ടോ? ഞങ്ങൾ വല്ലാതെ അതിശോക്തി കലർന്നൊന്നും പറയുന്നില്ല. എത്ര ചികിത്സാ പിഴവുണ്ടായി? കാലിൽ പുഴുവരിക്കുന്ന നിലയിൽ ആളുകൾ മാറി. നിങ്ങൾ നോക്കൂ, കാലുവേദനയായിട്ട് തിരിച്ചു വരുമ്പോ കാലില്ല. ആശുപത്രിയിലേക്ക് കാലുവേദനയ്ക്ക് ചികിത്സിക്കാൻ പോയ ആൾ തിരിച്ചു വരുമ്പോ കാലില്ല. ചീരാപ്പായിട്ട് പോയ ആൾ തിരിച്ചു വരുമ്പോ മൂക്കില്ല. വല്ല മൂത്ര തടസ്സമൊക്കെ ആയിട്ട് ആളുകൾ പോയ എന്തെടുക്കും അവസ്ഥ ഇവിടെ? ഇപ്പൊ ഈ ലീഗിനോടും കോൺഗ്രസിനോടും ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഒരുപാട് വലിയ വിദേശ കമ്പനികളുടെ ആരോഗ്യ മേഖലയിൽ വലിയ നിക്ഷേപം നടത്തിയ ആളുകളുടെ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി ഈ നാടിന്റെ പൊതുജനാരോഗ്യ മേഖല തകർക്കാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധപൂർവം നിങ്ങൾ ഈ നാടിന്റെ പൊതുജനാരോഗ്യ രംഗം മോശമാണ് എന്ന് പറയാനുള്ള രീതിയിൽ വലിയ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. RSSകാരനെ നിയമിക്കുന്നു, ആരോഗ്യരംഗം തകരുന്നു. എന്തായിരുന്നു ഇവിടെ? ഞങ്ങൾ ജയിച്ചു വന്നാൽ അപ്പോ ആശമാർക്ക് 21,000 ആക്കുമെന്ന് പറഞ്ഞു. ആക്കിയോ? ഇടതുപക്ഷത്തിന്റെ കാലത്ത് 8,000 കൂട്ടിയത് ഇപ്പോ 3,000 കൂട്ടി. പക്ഷെ ആശയുടെ സമരത്തിന് വന്നവർ ഹാപ്പിയാണ്. KSRTCയിൽ VD സതീശൻ പറഞ്ഞത് എല്ലാവരുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എവിടെ വേണമെങ്കിലും സൗജന്യമായിട്ട് പോകാം. സ്ത്രീകളോടാ പറഞ്ഞത്. എവിടെ വേണമെങ്കിലും പോകാന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് ടൂറ് പോകാം, തീർത്ഥാടനത്തിന് പോകാം, അമ്പലത്തിൽ പോകാം, KSRTCയിൽ കയറി എവിടെ വേണമെങ്കിലും പോകാം, സൗജന്യമായി പോകാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത്? ആദ്യം ജൂൺ 15 പറഞ്ഞു ഓർഡിനറി ബസ്സിലാണെന്നാണ് പറയുന്നത്. ഈ മണ്ണാർക്കാട്ട് കൂടെ എത്ര ഓർഡിനറി ബസ് ഓടുന്നുണ്ട്? ആർക്കാണ് ഇതിന്റെ ഗുണം കിട്ടുക? പറഞ്ഞ വാക്കുകളിൽ നിന്നെല്ലാം പറയും. മര്യാദക്ക് ഇവിടെ 10 കൊല്ലം പെൻഷൻ ആളുകൾക്ക് കിട്ടിയതുപോലും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്താ?
പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആയിട്ട് മാറി. ഞങ്ങൾ UDF LDFന്റെ നയമല്ല പിന്തുടരുന്നത് എന്നാണ് പറഞ്ഞത്. ശരിയാണ്. ഞങ്ങൾ ഏതെങ്കിലും ഈ 10 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഓണത്തിന്, പെരുന്നാളിന്, ഈസ്റ്ററിന്, വിഷുവിന്, ക്രിസ്മസിന് ഈ നാട്ടിലെ സാധാരണക്കാരന് പെൻഷൻ കിട്ടാതിരുന്നിട്ടുണ്ടോ? പക്ഷെ ഈ തവണ ആദ്യമായി നിങ്ങൾ അധികാരത്തിൽ കയറിയ ആദ്യത്തെ മാസം ഈ ഖജനാവിൽ, കേരളത്തിന്റെ ഖജനാവിലുള്ള പണം പോലും കൊടുക്കാൻ സാധിക്കാതെ ഈ നാട്ടിലെ മനുഷ്യർക്ക് പെൻഷൻ കിട്ടില്ല. അപ്പൊ എന്താ പേര് പറഞ്ഞത്? അത് ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്കുകൾ ബോധപൂർവം കൊടുക്കാതിരുന്നതാണ്. അപ്പോഴാണ് ഒരു വാർത്ത വന്നത്. ഏത്? ജൂൺ മാസം 2-ാം തീയതി. ആ സ്ഥലം മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? UDF. പുൽപ്പറ്റ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആരാ ഭരിക്കുന്നത്? UDF. ആ പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്ന UDFന്റെ ആളുകൾ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് എന്നാ പെൻഷൻ കൊടുത്തത്? 27 പെരുന്നാളിന്റെ ലീവ്, 28 പെരുന്നാള് 28-ാം തീയതി കൊടുത്തോ? 27-ാം തീയതിയെങ്കിലും കൊടുക്കണം. 27 കൊടുത്തില്ല, 28 കൊടുത്തില്ല, 29 കൊടുത്തില്ല, 30 കൊടുത്തില്ല, 31 കൊടുത്തില്ല, 1-ാം തീയതി കൊടുത്തില്ല. എന്നിട്ട് 2-ാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗുകാരന്റെ ഒരു വോയിസ് എന്താ പറയുന്നത്? പെൻഷൻ വേണ്ടവർ ലീഗിന്റെ ഓഫീസിൽ വരണമെന്ന്. ഞങ്ങൾ 10 കൊല്ലം പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തിൽ. ഞങ്ങൾ കൊടുത്ത പെൻഷൻ ഒരിടത്തും ഒരു CPMന്റെ ഓഫീസിലും നിങ്ങൾക്ക് കയറി വരേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്ന സകല സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് സംഘപരിവാരത്തെ കേരളത്തിന്റെ ഭരണ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ നാട് മാറി. വെള്ളാപ്പള്ളിയൊക്കെ ഇപ്പൊ എന്താ? വെള്ളാപ്പള്ളിയൊക്കെ പോലെ മുദീറായിരിക്കുകയാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും, വെള്ളാപ്പള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു? വെള്ളാപ്പള്ളി ഒന്നിനും പറ്റാത്തവൻ, കൊടും ക്രിമിനൽ, വർഗീയവാദി. ഇപ്പോഴത്തെ ലീഗുകാരും കോൺഗ്രസുകാരും UDFകാരും ഒക്കെ ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയിൽ നിന്നും അയാളെന്നും ഇപ്പൊ വല്ലാതെ മുന്നിലേക്ക് നിർത്തി കൊടുക്കണ്ട. ഓല് അയാളെ മുന്നിൽ നിർത്തിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. വെള്ളാപ്പള്ളിയെ ഇമാമാക്കി നിർത്തുന്ന കോലത്തിലേക്ക് വരെ മുസ്ലിം ലീഗ് ഇപ്പൊ മാറുകയാണ്. എങ്ങനെ വെളുപ്പിച്ചെടുക്കുന്ന ആലോചിച്ചു നോക്കണം. വെള്ളാപ്പള്ളി ഇപ്പൊ വലിയ പരിശുദ്ധനായി മാറി. വെള്ളാപ്പള്ളിയെ കാണാൻ കാറിൽ കയറ്റിയാൽ അപകടം, പക്ഷെ വീട്ടിൽ പോയി കുനിഞ്ഞു നിന്നാൽ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കാറിൽ കയറ്റിയത് അപകടമാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയി പൂച്ചണ്ട് കൊടുത്ത് കുനിഞ്ഞു നിൽക്കുന്നതിന്റെ പേര് എന്താണെന്ന് പറയണം. എങ്ങനെ നോക്കിയാലും സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടിലെ UDFന്, ലീഗിനെ ഞങ്ങൾ വല്ലാതെ പറയുന്നില്ല. കാരണം ഇപ്പൊ കോൺഗ്രസ് ആണ് ഒക്കെ ചെയ്യുന്നത്. പണ്ട് ലീഗ് ഇങ്ങനെ സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോ ലീഗിനോട് ഒരു പോലും ഞങ്ങൾക്ക് 102 സീറ്റുണ്ട്, നിങ്ങളെ 22 പോയാൽ 80 ഉണ്ട്, 71 മതി ഭരിക്കാൻ. ലീഗ് കുടുങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ സഹതാപമുണ്ട്. ജയിക്കാൻ വലിയ ജയം. ലീഗിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയും ഇമാതിരി ജയം വേണ്ടിയില്ല. കാരണം പോലെ കാര്യങ്ങൾ കാര്യമായിട്ട് നടക്കുന്നില്ല. കാരണം 22 പോയാലും 80 ഉണ്ട്. കോൺഗ്രസ് സതീശൻ മേനോൻ പറയുന്ന റൂട്ടിൽ പോകും. സതീശൻ അംബാനിയെ കണ്ടത് എന്തിന്? സതീശൻ ആ പ്രധാനമന്ത്രിയെ കണ്ടത് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. എന്ത്? പ്രധാനമന്ത്രിയെ കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള RSSന്റെ നേതാവ് നരേന്ദ്രമോദിയെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആഭ്യന്തര വകുപ്പ് കയ്യിലില്ലാത്ത VD സതീശൻ എന്തിനാണ് രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായെ കാണുന്നത്? അമിത്ഷായെ കാണാൻ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജോസഫ് വിജയ്ക്ക് അനുമതി കൊടുത്തില്ലല്ലോ. ആഭ്യന്തര വകുപ്പുള്ള ഏറ്റവും വലിയ സംസ്ഥാനമായ ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാത്ത അനുമതി എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പില്ലാത്ത സതീശൻ മേനോന് കിട്ടുന്നത് എന്ന് ഓർത്താൽ ഈ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് അദാനിക്ക് വേണ്ടി ഏറ്റെടുത്ത് ത്യാഗം ചെയ്യുന്നത് പോലെ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുത്ത ഈ പറഞ്ഞ സതീശൻ മേനോന്റെ ഇടപെടലുകളിലൂടെ മനസ്സിലാകും അദാനിയും മോദിയും നയിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ. പശ്ചിമ ബംഗാളിൽ, ഈ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ പശ്ചിമ ബംഗാളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇപ്പോ ഒരേ പാർട്ടിക്കാരാണ്, ഒരേ ആശയഗതിക്കാരാണ്. അതുപോലെ ഈ കേരളത്തിൽ സംഘപരിവാറിന് നേരിട്ട് ഭരിക്കാൻ പറ്റാത്തത് കൊണ്ട് സംഘപരിവാർ അമേരിക്കൻ സാമ്രാജ്യത്വം മറ്റ് പല നാടുകളിലും കോളനിവൽക്കരിക്കുന്ന രാജ്യങ്ങളിൽ, യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ പാവ സർക്കാരുകളെ വെക്കുന്നത് പോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരു കാലത്ത് അമേരിക്കൻ സാമ്രാജ്യത്വം പാവ സർക്കാരുകളെ നിയമിക്കുന്നത് പോലെ രാജ്യത്തെ സംഘപരിവാരം ഇപ്പോ കേരളത്തിലൊരു പാവ സർക്കാരിനെ നിയമിച്ചിട്ടുണ്ട്. ആ പാവ സർക്കാരിന്റെ തലവൻ ഉൾപ്പെടെയുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ RSSുമായി ചേർന്ന് ഈ കേരളത്തിന്റെ കലാലയങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ അതിനെ ചെറുക്കും.
PM-ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാകുമോ നടപ്പിലാകില്ല എന്നതൊക്കെ പറയേണ്ടത് ലീഗുകാരാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഏത് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയും KM ഷാജിയും PK നവാസുമൊക്കെ ഒരുപക്ഷെ ഇന്ന് ജീവനോടെ ഇരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവിടെ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന ചർച്ച പോലും വരില്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുൻപ് ഇതിനെ എതിർത്തിരുന്ന കാലത്തുള്ളതുപോലെ മജ്ജയും മാംസവും തലച്ചോറുമുള്ള KM ഷാജിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, PK നവാസിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ നല്ല ബുദ്ധിയുള്ള നല്ല ആഫിയത്തുള്ളവരുടെ ദീർഘായുസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ബുദ്ധി പടച്ച തമ്പുരാൻ അവർക്ക് കൊടുക്കട്ടെ. രാജ്യം ഈ കേരളത്തെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, കോൺഗ്രസിന്റെ വാലാകാതിരിക്കാൻ ഈ നാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പിനും പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീനും സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ അഴകുഴമ്പൻ സമീപനത്തിൽ നിന്ന് മാറി ആർജവത്തോടുകൂടി PM-ശ്രീ പദ്ധതിക്കെതിരായി ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ അതേ നിലപാടാണ് ഈ ഭരിക്കുമ്പോഴുമെന്ന് പറയാനുള്ള ആർജവം പ്രിയപ്പെട്ട N. ശംസുദ്ദീൻ കാണിക്കണമെന്ന് മാത്രം